ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് നാൾ ഉറപ്പായിട്ടുണ്ടാകും. അതിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്തൊക്കെയാണ് പോരായ്മകളെന്നും. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ റൊമാൻസ് ഉള്ള സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷാട്ടൻ പറയും, ഷാട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ഓക്കെ പറയായിരുന്നു പറയും. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യം എൻ്റെ വീട്ടുകാർ പറയായിരുന്നു നിൽക്കില്ല, ഈ ബന്ധം നിൽക്കുന്നുണ്ടാവില്ല. കാരണം ഒന്നാമത് രണ്ടുപേരും ലൈഫ് സ്റ്റൈൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നിൽക്കാൻ വഴിയില്ല എന്നുള്ള പോലെ ഒരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. പിന്നെ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ, കുറേ ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഒരുപാടുണ്ടായിരുന്നു. അത് പക്ഷെ അതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പം നമ്മുടെ പുതിയ ജനറേഷനിൽ ഇങ്ങനെ കുട്ടികളുടെ പാരൻസ് നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ മക്കളായിക്കോട്ടെ പറയും കല്യാണം കഴിഞ്ഞ് എപ്പോഴും വഴക്കാന്ന് പറയുമ്പോൾ ഞാൻ പറയാം അത് പറയണ്ട, അത് ശരിയാവും, നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകണ്ട. കാരണം നമ്മളൊക്കെ അത് കഴിഞ്ഞ് വന്ന ആൾക്കാരെ, കാരണം അത് രണ്ട് വ്യക്തികൾ ചേരുന്നതിൻ്റെ അവർ ശരിക്കും അറിയുന്ന ആ സമയത്താണല്ലോ. അപ്പോൾ അത് ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, അതവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വരണം. അതിൽ നമ്മൾ പോയി പാരൻസ് പോയി ഇടപെട്ടാൽ അതവിടെ ഇതാവും. ഞാൻ എപ്പോഴും പറയാം അതിൻ്റെ കാരണം അത് കടന്നു വന്ന